ഭാരതം ഏകീകൃത സിവിൽ കോഡിലേക്കോ? പരമോന്നത നീതിപീഠം പറയാതെ പറഞ്ഞതെന്ത്? ഒരു രാജ്യം, ഒരു ജനത, ഒരു നിയമം, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആവശ്യം ഇതായിരിക്കേണ്ടേ? ചരിത്രപരവും വനിതാ വിമോചനത്തിന്റെ പാതയിലെ നാഴികക്കല്ലുമായ ഒരു വിധി വന്നിരിക്കുന്നു നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന്. അതെ, വിവാഹമോചനം നേടുന്ന മുസ്ലിം സ്ത്രീകൾക്കും ജീവാംശത്തിനായി ഭർത്താക്കന്മാർക്കെതിരെ ക്രിമിനൽ കേസ് നൽകാമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുത്തലാഖിലൂടെ വിവാഹബന്ധം വേർപ്പെടുത്തിയ മുസ്ലിം സ്ത്രീകൾക്കും ജീവാംശത്തിനു വേണ്ടി ക്രിമിനൽ കേസ് നൽകാമെന്ന് ചരിത്രപരമായ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. മതത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനീതികൾക്ക് ഇതാ അന്ത്യം കുറിച്ചിരിക്കുന്നു. മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി നിയമനിർമ്മാണം നടത്തിയ നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയെ ഈ വിധി ശരിവെക്കുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്ന ജീവാംശം അത് ദാനമല്ല, അതവരുടെ അവകാശമാണ്. ഇതാ ഒരു ദുരിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. പരമകാരുണ്യവാനായ അള്ളാഹു കണ്ണു തുറന്നിരിക്കുന്നു. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് ഷബാനോ ബീഗം കേസിൽ സുപ്രീം കോടതി വിധി റദ്ദാക്കാൻ കൊണ്ടുവന്ന നിയമമാണിപ്പോൾ പഴങ്കഥയായി മാറിയിരിക്കുന്നത്. രാജീവ് ഗാന്ധിക്ക് കോൺഗ്രസിലെയും മറ്റു മുസ്ലിം നേതാക്കന്മാരുടെയും മുസ്ലിം വോട്ട് ബാങ്കിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നുവെങ്കിൽ ആ തെറ്റിന്ന് പരമോന്നത നീതിപീഠം ഇതാ തിരുത്തിയിരിക്കുന്നു. പരമകാരുണ്യവാനായ ദൈവത്തിന് വീണ്ടും സ്തുതി. ഒരു കുടുംബത്തിൽ വീട്ടമ്മയുടെ പങ്കും ത്യാഗവും പുരുഷന്മാർ തിരിച്ചറിയണം. സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ജോയിന്റ് അക്കൗണ്ടുകൾ നിലനിർത്തണം. അവർക്ക് ATM കാർഡുകൾ ഉപയോഗിക്കാൻ കഴിയണം. സുപ്രീം കോടതി ഇങ്ങനെ വിധി പറഞ്ഞിരിക്കുന്നു. 1986 മുസ്ലിം വനിതാ വിവാഹമോചന അവകാശ സംരക്ഷണ നിയമത്തെ തള്ളിയാണ് ചരിത്രപരമായ ഈ വിധി നടത്തിയിരിക്കുന്നത്. സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, അവർക്കും വ്യക്തിത്വമുണ്ട്. അവളും ഈ ഭൂമിയിലെ വിഭവങ്ങളുടെ അവകാശിയാണ്. അവളുടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല, അത് അവളുടെ അവകാശമാണ്. പുരുഷാധിപത്യ സമൂഹത്തിനു നേർക്കുള്ള ഒരു ചാട്ടവാർ അടിയാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഈ വിധിയെന്ന് നമുക്ക് വിലയിരുത്താം. സി ന്യൂസ്, കോഴിക്കോട്.